ഹായ് കൂട്ടുകാരെ, നമ്മൾ ഇതുവരെ 9 ക്ലാസ്സുകളിലായിട്ട് 14 സ്വരചിഹ്നങ്ങളും ചന്ദ്രക്കലയും പഠിച്ചു കഴിഞ്ഞു. അ, ആ, ഇ, ഈ എന്നീ സ്വരാക്ഷരങ്ങളും ദീർഘവും വള്ളിയും കെട്ടുവള്ളിയും പരിചയപ്പെട്ടു. ഇന്ന് പഠിക്കാൻ പോകുന്നത് ഉ, ഊ എന്നീ സ്വരാക്ഷരങ്ങളും അവയുടെ ചിഹ്നങ്ങളായ ഒറ്റക്കുനുപ്പും ഇരട്ടക്കുനുപ്പും ചേർത്തു വരുന്ന വ്യഞ്ജനാക്ഷരങ്ങളും ആണ്. ചന്ദ്രക്കല നമ്മൾ പഠിച്ചു കഴിഞ്ഞു. മീത്തൽ എന്നറിയപ്പെടുന്ന ചന്ദ്രക്കല അതിതാ പഠിച്ചു കഴിഞ്ഞു. ഖ, ഖ, ഖയുടെ കുടുംബത്തിലെ രണ്ടാളെ പഠിച്ചു. ചായുടെ കുടുംബത്തിലെ രണ്ടാളെ പഠിച്ചു. ച, ഛ, ഡ, ഠ, ത, ഥ, പ, ഫ. ഈ ക വർഗം, ച വർഗം, ഡ വർഗം, ത വർഗം, പ വർഗം എന്നീ കുടുംബങ്ങളിലെ ഈ രണ്ടക്ഷരങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ക കുടുംബത്തിലെ മൂന്നാമത്തവനെയും ച കുടുംബത്തിലെ മൂന്നാമത്തവനെയും ഡ കുടുംബത്തിലെ മൂന്നാമത്തവനെയും ത കുടുംബത്തിലെ മൂന്നാമത്തവനെയും പ കുടുംബത്തിലെ മൂന്നാമത്തവനെയുമാണ് പഠിക്കാൻ പോകുന്നത്. നോക്കൂ കൂട്ടുകാരെ, ഉ, ഊ എന്നീ സ്വരാക്ഷരങ്ങളുടെ ചിഹ്നങ്ങളാണ് ഒറ്റക്കുനുപ്പും ഇരട്ടക്കുനുപ്പും എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇനി അവ ചേർത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന വ്യഞ്ജനാക്ഷരങ്ങളാണ് ഗ, ജ, ഡ, ദ, ബ. ഇവ ഉച്ചരിക്കാൻ ഒരു പ്രയാസവുമില്ല. കഠിനമായ അക്ഷരങ്ങളേയല്ല. ഗ, ജ, ഡ, ദ, ബ. ഇപ്പോൾ നോക്കൂ, ഓരോ കുടുംബങ്ങളിലെയും 3 പേരെ വീതമാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഖ, ഖ, ഗ, ച, ഛ, ജ, ഡ, ഠ, ഡ, ത, ഥ, ദ, പ, ഫ, ബ. ക, ച, ഡ, ത, പ ഇവയെ നമ്മൾ ഖരമെന്നും ഉച്ചരിക്കാൻ വലിയ കഷ്ടമില്ലാത്ത അക്ഷരങ്ങളാണ് അല്ലേ? അപ്പം നമ്മൾ ഖരമെന്ന് വിളിക്കും. ഖ, ഛ, ഢ, ഥ, ഫ ഇത് കുറച്ച് അമർത്തി ഉച്ചരിക്കേണ്ടത് കൊണ്ട് അധികരം എന്നാണ് ഇവ അറിയപ്പെട്ടത്, നമ്മൾ പഠിച്ചത്. ഇനി ഇന്നത്തെ അക്ഷരങ്ങളായ ഗ, ജ, ഡ, ദ, ബ ഉച്ചരിക്കാൻ ഒരു പ്രയാസവുമില്ല. അതുകൊണ്ട് തന്നെ ഇവരെ നമ്മൾ മൃദു എന്ന് വിളിക്കുന്നു. മൃദുലമായത്, മൃദു. കോപ്പിയിൽ ഇങ്ങനെയാണ് എഴുതുന്നത്: ഗു, ഗു, ജു, ജു, ഡു, ഡു, ദു, ദു, ബു, ബു. ഒറ്റക്കുനുപ്പും ഇരട്ടക്കുനുപ്പും ചേർത്തി കൊടുത്തുകൊണ്ട് വ്യഞ്ജനാക്ഷരങ്ങളായ മൃദുക്കളെ ഗ, ജ, ഡ, ധ, ബ എന്നീ അക്ഷരങ്ങളെ എങ്ങനെ എഴുതാമെന്നതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇത് ഞാൻ എഴുതുന്ന രീതി കൂടി പരിചയപ്പെടുത്താം. 2 വര കോപ്പിയിൽ തന്നെ എഴുതി പഠിക്കണേ. 10ാമത്തെ പേജിലാണ് നിങ്ങൾ എഴുതാൻ പോകുന്നത്. ഗ എന്ന അക്ഷരം ഇങ്ങനെ എഴുതണം. 2 റാകളുടെ ഒരു സംഗമമാണെന്ന് എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടി വിചാരിക്കുക. ഒരു റാ തലകിഴായും ഒരു റാ നേരെയും. ഈ അക്ഷരമാണ് ഗ. ഇനി ഒറ്റക്കുനുപ്പിങ്ങനെ വളച്ച് പതുക്കിട്ട് കൊടുക്കണേ. ഈ ഒരു മുറുക്കം ഈ 2 വരയുടെ പുറത്തോട്ട് പോകണം കേട്ടോ. പലരും ഇതിൻ്റെ ഉള്ളിലാണ് എഴുതാറ്, അത് തെറ്റാണ്. ഈ ഒരു മുറുക്കം പുറത്തു പോകണം എപ്പോഴും. ഗു, ഗു. നോക്കൂ, ഉ, ഊ എന്ന ശബ്ദമാണ് വരുന്നത്. ഉ, ഊ എന്ന സ്വരാക്ഷരങ്ങളുടെ ചിഹ്നമാണ് ഒറ്റക്കുനുപ്പും ഇരട്ടക്കുനുപ്പും. വ്യഞ്ജനാക്ഷരമായ ഗായുടെ കൂടെ ചേർക്കുമ്പോൾ ഗു, ഗു. അടുത്ത അക്ഷരം ജു, ജു. വളരെ പതുക്കെ എഴുതിയാൽ മതി. ജു. ഈ എഴുതുന്ന പോലെയാണ് ഈ അക്ഷരം ഇതുവരെ. ഇവിടെ എത്തുമ്പോൾ ദാ ഇങ്ങനെ അങ്ങോട്ട് മുറുക്കി കൊടുക്കണം. ജു. ഇരട്ടക്കുനുപ്പിട്ട് കൊടുക്കണേ. ഡു, ഡു. നോക്കൂ, ഇവിടുന്ന് താഴേന്ന് തുടങ്ങി ഇങ്ങനെ. ഒക്കെ ഒരു റാകളുടെ കളിയാണ്. റാ എന്ന അക്ഷരം പഠിച്ചാൽ ബാക്കിയുള്ള അക്ഷരമൊക്കെ പഠിക്കാൻ എളുപ്പമാണ് കേട്ടോ. ഒരു റാ ഇങ്ങനെ, 2 റാ മുകളോട്ട്. ഡു, 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 ദു, ദു, ദു. ദീർഘമായി വായിക്കണം, നീട്ടി വായിക്കണം. ഇരട്ടക്കുനുപ്പിടുമ്പോൾ ധു, ധു, ബ.
ബ, ബു, ബൂ. ഇനി ഇത് വായിച്ച് എഴുതണേ. കോപ്പിയുടെ 10ാമത്തെ പേജിൽ ഇത് മാത്രമാണ് നിങ്ങൾക്ക് എഴുതാനുള്ളത്. വായിച്ച് എഴുതി പഠിക്കണേ. ഗുഗു, ജുജു, ഡുഡു, ദുദു, ബു ബു. അപ്പം ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. നന്നായിട്ട് പഠിച്ചെടുക്കണേ അപ്പോഴേക്കും.